എല്ലാവർക്കും ഇന്നത്തെ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് രണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസ് പോലെ തേർഡ് ടൈം ക്രൂഷ്യൽ ഫോർ കൺട്രി എന്ന് പറയുന്ന മോഡിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലെ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ആവശ്യമില്ല. കാര്യം ഇത് BJP-യുടെ നാഷണൽ കൗൺസിൽ, ഇപ്പൊ കോൺഗ്രസിന് ഹൈക്കമാൻഡ്, BJP-ക്ക് നാഷണൽ കൗൺസിൽ, ഇത് രണ്ടുമാണ് ഈ രണ്ട് പാർട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ബോഡീസ്. അപ്പം ഈ നാഷണൽ കൗൺസിൽ മീറ്റിംഗ് ഇന്നലെ നടന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളാണ്. തേർഡ് ടൈം അത് വീണ്ടും മോഡി തന്നെയാണല്ലോ മത്സരിക്കുന്നത്. അപ്പൊ 2 ടൈം കഴിഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് വേണ്ട. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ വീണ്ടും പൊളിറ്റിക്കലാണ്. രാഹുൽ ഗാന്ധിയാണ് തൊട്ടടുത്ത്. അത് വാരണാസിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയും അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. വാരണാസി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയുടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വാരണാസി എന്ന് പറഞ്ഞാൽ. ചില എക്സാംസിനൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഏതാണെന്ന്. മുമ്പൊക്കെ സുഷമ സ്വരാജിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്നൊക്കെ എക്സാമിന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന്. ഇപ്പൊ സുഷമ സ്വരാജ് മരിച്ചുപോയി. അതുപോലെ വിദിഷ എന്ന് പറഞ്ഞ മധ്യപ്രദേശിലൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു അവരുടേത്. അതുപോലെ നിതിൻ ഗഡ്കരി നമുക്കൊക്കെ അറിയാം നാഗ്പൂരാണ്. നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. അവിടുത്തെ ഒരു ഷുഗർ ബെൽറ്റ് ഏരിയയിൽ വരുന്നതാണ് നാഗ്പൂർ. അപ്പം ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് ബാങ്ക് എക്സാംസിനൊക്കെ. ഓക്കെ, അപ്പോ വാരണാസി നരേന്ദ്രമോദിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. പിന്നീട് അവിടെ കിടക്കുന്ന ന്യൂസുകൾ ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ഹൗസ് റാൻസാക്ക്, കേജ്രിവാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. പക്ഷെ ഇവിടെ ആവശ്യമുള്ളൊരു ന്യൂസ് ഉണ്ട് താഴെ. അത് നമുക്ക് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ഇതൊരു പബ്ലിക് അവയർനെസ്സിനും കൂടെയാണ്. സെന്റർ ടു ക്ലാരിഫൈ ഓൺ ആധാർ ആസ് ബർത്ത് ഡേറ്റ് പ്രൂഫ് വിത്ത് റിസ്ക് റൈഡേഴ്സ് എന്ന് പറയുന്ന സംഭവം. ഈ ഇടയ്ക്ക് ഡിസംബറിൽ ആധാർ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസിയായ UIDAI, നമുക്കൊക്കെ അറിയാം ആധാർ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി UIDAI ആണ്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ UIDAI, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഈ ഇടയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ആധാർ സിറ്റിസൺഷിപ്പിന്റെ ഒരു പ്രൂഫായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമായിരിക്കും എന്നാണ് നീ പറഞ്ഞത്. KYC നോംസ് ഉണ്ടല്ലോ, നോ യുവർ കസ്റ്റമർ നോംസ്. നമുക്കറിയാം പലയിടങ്ങളിലും KYC നോ യുവർ കസ്റ്റമർ നോംസിന്റെ ഭാഗമായിട്ട് ആധാർ വാങ്ങുന്നുണ്ട്. അപ്പൊ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ ആധാർ ഉപയോഗിച്ചാൽ അതൊരിക്കലും സിറ്റിസൺഷിപ്പിന്റെ പ്രൂഫ് ആവുന്നില്ല എന്നാണ് UIDAI ഈ ഡിസംബറിൽ കൊടുത്തൊരു ക്ലാരിഫിക്കേഷൻ. അന്ന് ഹിന്ദുവിൽ അത് ന്യൂസ് ആയിട്ട് വരികയും ചെയ്തായിരുന്നു. സിറ്റിസൺഷിപ്പിന്റെ അല്ല, അതൊരു ഐഡന്റിറ്റി പ്രൂഫ് മാത്രമാണ് എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് ഇവർ. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ടും ആധാർ യൂസ് ചെയ്യാൻ പാടില്ല. ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് ഇപ്പൊ ബാങ്കുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പൊ SSLCയുടെ സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു ഇതാണ് ചോദിക്കുന്നത് മിക്ക ബാങ്കുകളിലും. ഞാനിപ്പോ ഈ ഇടയ്ക്ക് ഒരാൾക്ക്, നമ്മളുടെ ഒരു സ്റ്റാഫിന് ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ചെന്നപ്പോൾ അവർ ആധാർ സ്വീകരിച്ചില്ല. കാര്യം ആധാർ അവരുടെ ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് ഇപ്പൊ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആധാർ is not a validity, Aadhaar is not a proof of citizenship, Aadhaar is not a proof of date of birth. പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് യൂസ് ചെയ്യാം. ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ആരാണോ KYC നോംസിന്റെ ഭാഗമായിട്ട് ഈ ആധാർ വാങ്ങുന്നത് അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നാണ് ഇപ്പൊ അവർ ക്ലാരിഫിക്കേഷൻ വീണ്ടും കൊടുത്തേക്കാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് UIDAI ആണ് ഇത് പറഞ്ഞേക്കുന്നത്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ കൊൺറാഡ് സക്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊൺറാഡ് സക്മയാണ് മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ. മേഘാലയ ഒരു നോർത്ത് ഈസ്റ്റേൺ, വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ്. മേഘാലയ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂളിൽ വരുന്ന സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ട്രൈബൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് കോൺസ്റ്റിറ്റ്യൂഷണലി കുറെ പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. CAA അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ നേരിട്ടിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന മൈനോറിറ്റീസ്, അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മറ്റ് 6 ജനവിഭാഗങ്ങൾ, ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും പാഴ്സികളും, ഈ 6 പേർക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുക. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിമർശന വിധേയമായ കാര്യം എന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പിൽ ഒരു മതാടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട്. സിറ്റിസൺഷിപ്പിന്റെ ഒരു ക്രൈറ്റീരിയൻ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മതമല്ല. അതുകൊണ്ട് തന്നെ ഈ CAA സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് സ്കീം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഡിക്ലെയർ ചെയ്തതുപോലെ അവരിനി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്ലെയർ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും CAA ഇലക്ഷന് മുമ്പ് നടപ്പാക്കി തുടങ്ങുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരാ നടപ്പാക്കേണ്ട ഹോം മിനിസ്ട്രിയാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ സിറ്റിസൺഷിപ്പിന്റെ കാര്യങ്ങളിലൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അദ്ദേഹം പറഞ്ഞേക്കുന്നത്, കൊൺറാഡ് സക്മ. കാര്യം ഇത് മേഘാലയെ വലുതായിട്ട് ബാധിക്കൂല എന്നാണ് കൊൺറാഡ് സക്മ പറയുന്നത്. കാര്യം 6th ഷെഡ്യൂളിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടും ട്രൈബൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ ഈ CAA മിക്ക ഏരിയയിലും നടപ്പാവൂല. അതാണ് അവർ പറയുന്നത്. പിന്നീട്
ഇതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. എന്നാലും ഇവിടെ ഒരു ചീഫ് മിനിസ്റ്ററിന്റെ പേരുണ്ട് എന്ന് പറഞ്ഞു വെച്ചേക്ക്, ചമ്പായ് സോറൻ. നമുക്കറിയാവുന്ന തന്നെ ചമ്പായ് സോറൻ ഏത് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആണെന്ന്. ചമ്പായ് സോറൻ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഇടയ്ക്ക് അവിടെ ചീഫ് മിനിസ്റ്റർ പൊസിഷൻ ചമ്പായ് സോറനിലേക്ക് എത്തിയതാണ്. അതിന് മുമ്പ് ഹേമന്ത് സോറൻ ആയിരുന്നു. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചിയാണ്. അതെല്ലാം നമുക്കറിയാം. പിന്നെ പിന്നീട് അവിടെ വേറൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയുടെ ചില മാസ്റ്റർ പ്ലാൻ ഫോർ തെലങ്കാനയൊക്കെ കാണാം. അവിടെ പുതിയ ഗവൺമെന്റ് ആയിട്ടല്ലേ കോൺഗ്രസ് ഗവൺമെന്റ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത്. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റിൽ കുറെ അവരുടേതായ രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കും. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ ഇത് പഠിച്ചു വെച്ചേക്കണം. കർണാടക ടോപ്പ് എമംഗ് സ്റ്റേറ്റ്സ് ഇൻ ടേംസ് ഓഫ് EV ചാർജിംഗ് സ്റ്റേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ EV ചാർജിംഗ് സ്റ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സർവേ നടത്തിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ EV ചാർജിംഗ് സ്റ്റേഷൻസ് ഉള്ള സ്റ്റേറ്റ് ആയിട്ട് കർണാടകത്തിനെ സെലക്ട് ചെയ്തു. അത് നമ്മളുടെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി BEE എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ഥാപനമുണ്ട്. BEE, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. അത് യൂണിയൻ മിനിസ്ട്രി ഓഫ് പവറിന്റെ അണ്ടറിലുള്ളതാണ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് പവറിന്റെ അണ്ടറിലുള്ളതാണ് BEE, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. പവർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ RK സിംഗ് ആണ്. RK സിംഗ്. ഓക്കെ. അപ്പം ഏറ്റവും കൂടുതൽ EV ചാർജിംഗ് സ്റ്റേഷൻസ് ഉള്ളത് കർണാടകത്തിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ EV ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ EV ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ളത്, ചാർജിംഗ് സ്റ്റേഷൻസ് ഉള്ളത് കർണാടകയിൽ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ചാർജിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് വീഡിയോ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ മറ്റൊരു ചാനലിന്റെ അകത്ത് ഞാൻ ഇട്ടിരുന്നു. അത് കുറെ പേരെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് അത് വാച്ച് ചെയ്തിട്ട് കമന്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിലൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇനി ഈ ഹൈവേസ് വരാൻ പോയാണ്. ഈ ഹൈവേസ് ഏതാണ്ട് ഇന്ത്യയുടെ മൊത്തം നാഷണൽ ഹൈവേസിന്റെ 6000 കിലോമീറ്റർ ഈ ഹൈവേസ് ഇലക്ട്രിക് ഹൈവേസ് ആക്കാൻ പോയാണ്. അവിടെ സീഡാക്ക് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജി. ഇപ്പം നമ്മളിപ്പോ ഒരു 4 വരി അല്ലെങ്കിൽ 6 വരി പാതയെ കൊണ്ടല്ലേ അത് പറ്റുള്ളൂ. 6 വരി പാതയിൽ ചിലപ്പോ 2 വരി EVക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. മനസ്സിലായോ? അതിലെ കൂടി EVക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ സീഡാക്ക് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജി, ഒരു ട്രാൻസ്മിഷൻ കേബിൾ കാണും നമ്മളുടെ റോഡിൽ, നമ്മളുടെ വാഹനത്തിൽ ഒരു റിസീവിംഗ് കേബിളും കാണും. അപ്പൊ ഈ ട്രാൻസ്മിഷൻ കേബിളിലേക്ക് ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അത് വരുന്നത് അണ്ടർഗ്രൗണ്ട് വഴിയായിരിക്കും. നമ്മളുടെ ഭൂഗർഭ ഇതില് കൂടെ ആയിരിക്കും ഇതിലേക്ക് റോഡിലെ ട്രാൻസ്മിഷൻ കേബിളിലേക്ക് ചാർജ് വരുന്നത്. നമ്മളുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ട്രാൻസ്മിഷൻ കേബിളും ഈ ചാർജിങ് കേബിളും തമ്മിൽ, നമ്മളുടെ വാഹനത്തിലെ റിസീവിംഗ് കേബിളും തമ്മിൽ കോൺടാക്റ്റിൽ വരികയും കോൺടാക്ട് വരുന്ന സമയത്ത് ചാർജിങ് സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വാഹനം ചാർജ് ആവും. അപ്പൊ നമ്മളിപ്പോ ഏറ്റവും വലിയ ടെൻഷൻ എന്താണ്? നമ്മളൊരു വണ്ടി EV മേടിക്കുമ്പോഴത്തേക്ക് അത് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ചാർജ് തീർന്നു, പിന്നെ വീണ്ടും ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് കിടക്കണം. അപ്പൊ അതിനുവേണ്ടി അവർ ആദ്യം കൊണ്ടുവന്ന് ഒരു സൊല്യൂഷനായിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു പരിപാടി കൊണ്ടുവന്നായിരുന്നു. ഇന്ത്യൻ ബഡ്ജറ്റിലല്ല, അതിനുമുമ്പ് ലാസ്റ്റ് ഇയറിലെ ബഡ്ജറ്റിൽ ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാർജ് തീരുന്നു. അപ്പൊ ആ ചാർജ് തീരുന്ന ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു സ്ഥലത്തിനടുത്ത് ബാറ്ററി സ്വാപ്പിംഗ് യൂണിറ്റുകളാണ്. അവിടെ നമുക്ക് നമ്മളുടെ വണ്ടിയുടെ ബാറ്ററി കൂടി അവർക്ക് അവിടെ കൊടുക്കുക. അവർ വേറൊരു ബാറ്ററി തരും, ചാർജ് ബാറ്ററി. അത് ഘടിപ്പിക്കാൻ പോവാം. അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെയാണ് ഈ പറഞ്ഞ ഇലക്ട്രിക് ഹൈവേസ് എന്ന് പറയുന്ന സംഗതി. അപ്പൊ അതിന്റെ ടെക്നോളജി ഒക്കെ സീഡാക്കാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ആവും. ഓക്കെ. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഏറ്റവും ഭയങ്കര ചാർജിങ് കപ്പാസിറ്റി ഉള്ള ബാറ്ററീസും വരും. ഓക്കെ, അതറിഞ്ഞിരിക്കുക. പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ വേറെ ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജിലേക്ക് പോകാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. 2 നമുക്ക് ആവശ്യമുള്ള എഡിറ്റോറിയൽസ് ആണ്. 2ഉം ഇന്ത്യയെ കുറിച്ചുള്ള ഫസ്റ്റ് എഡിറ്റോറിയൽ, സെക്കൻഡ് എഡിറ്റോറിയൽ ആക്ച്വലി IR-ഉമായിട്ട് ബന്ധമുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമുണ്ട് ഫസ്റ്റ് എഡിറ്റോറിയലിന് പോലും. പക്ഷേ ഫസ്റ്റ് എഡിറ്റോറിയൽ കൂടുതലും ഡൊമസ്റ്റിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, ഈ എഡിറ്റോറിയൽസ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ എഡിറ്റോറിയലിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നെങ്കിലും ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിലും മസ്റ്റ് ആയിട്ട് എഡിറ്റോറിയൽ വായിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാനുള്ള ഒരു എബിലിറ്റി കൂടുതലായിട്ട് കിട്ടുന്നതിനും അതുവഴി നിങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ എല്ലാത്തിന്റെയും ഇംഗ്ലീഷ് വൊക്കാബുലറിയും കോംപ്രിഹെൻഷൻ സ്കില്ലും ഇംപ്രൂവ് ചെയ്യുന്നതിനാണെന്ന് എപ്പോഴും പറയാറുള്ളതാണ് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോഴും. അല്ലാതെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പല വഴികളും ഉണ്ട്. അപ്പോൾ മെയിൻലി അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എഡിറ്റോറിയൽ ആണെങ്കിൽ എഡിറ്റോറിയൽ മസ്റ്റ് ആയിട്ട് വായിക്കാം. അത് കാര്യം എന്ന് വെച്ചാൽ ഈക്വലന്റ് ടു 2 കോംപ്രിഹെൻഷൻസ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് വൊക്കാബുലറി കിട്ടും, കോംപ്രിഹെൻഷൻസ് നല്ല രണ്ട് പാസേജുകളും കിട്ടും. അതുകൊണ്ട് അത് വായിക്കണം. പക്ഷെ ഇന്നത്തെ ഈ എഡിറ്റോറിയൽ 2 വളരെ ഇൻഫോർമേറ്റീവ്, നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ FMR കുറിച്ചാണ്.
ഫ്രീ മൂവ്മെന്റ് റെജിം. ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. FMR ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് പറയുന്നത് ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ളതാണ്. മ്യാൻമറിന്റെയും ഇന്ത്യയുടെയും ബോർഡറിന്റെ രണ്ട് സൈഡിലേക്കും 16 കിലോമീറ്റർ വരെ ഈ രണ്ട് സൈഡിലും സിറ്റിസൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വിത്തൗട്ട് എനി വിസ. ഓക്കെ, അപ്പൊ ഇതാണ് FMR ഫ്രീ മൂവ്മെന്റ് റെജിം. പക്ഷേ ഈ ഫ്രീ മൂവ്മെന്റ് റെജിം ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോയാണെന്ന് ഹോം മിനിസ്ട്രി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, കംപ്ലീറ്റ് മ്യാൻമർ ബോർഡറും അവർ ഫെൻസിങ് ചെയ്യാൻ പോയാണ്, കംപ്ലീറ്റ് വേലിയിട്ട് തിരിക്കാൻ പോയാണ്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് പ്രത്യേകിച്ച് ഈ മ്യാൻമർ സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ ചിൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി. ആക്ച്വലി ഈ ചിൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ മ്യാൻമറിലെ കമ്മ്യൂണിറ്റീസിന് ഹിസ്റ്റോറിക്കലി ഇന്ത്യയായിട്ട് ബന്ധമുണ്ട്. ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബൗണ്ടറി കൊണ്ട് മാത്രമാണ് അവർ രണ്ട് ബൗണ്ടറിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ആയിപ്പോയത്, രണ്ട് രാജ്യങ്ങളിലായിപ്പോയത്. അല്ലെങ്കിൽ മിസോറാമിലെയും നാഗാലാൻഡിലേക്ക് പല ട്രൈബൽ, ഇപ്പൊ മണിപ്പൂരിലെ കുക്കീസോ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ബന്ധമുള്ളതാണ് ചിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു FMR സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഫെൻസിങ് നടത്തുമ്പോൾ ഈ രണ്ട് സൈഡിലും ഹിസ്റ്റോറിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഈ പോപ്പുലേഷൻസ് തമ്മിലുള്ള ബന്ധം അറ്റു പോകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പൊ മ്യാൻമറിൽ വലിയ പ്രോബ്ലമാണ്, അവിടുത്തെ പട്ടാളത്തിന്റെ പിടി അയഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ ഈ പട്ടാളവും അവിടുത്തെ എത്നിക് ഗ്രൂപ്പുകളും തമ്മിലുള്ള വയലൻസിൽ ആ രാജ്യത്ത് നിന്ന് പോകുന്നുണ്ട് റെഫ്യൂജീസ് ആയിട്ട്. അപ്പൊ റെഫ്യൂജീസ് ആയിട്ട് പോകുന്ന പലരും ഇന്ത്യയിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ ഫെൻസിങ് ചെയ്യുമ്പോൾ അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇതൊരു ഈ ഒരു ഐഡിയ മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റിയാണ് ചേരുന്നത് പറഞ്ഞത്. പക്ഷെ അത് ഹിന്ദുവിന്റെ മാത്രം അഭിപ്രായമായിട്ട് കാണാൻ എനിക്ക് താല്പര്യം. കാരണം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പം ഈ മൈഗ്രന്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാനുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. ഫെൻസിങ് ലാർജ്ലി ഫെൻസിങ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയാണ് നമുക്ക് ഏറ്റവും വരുന്നത് പറഞ്ഞത്. ഈ ഇൻസർജൻസ് ആയിട്ട് വരുന്ന ഈ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന പല ആൾക്കാരും ഇന്ത്യയിലെ മണിപ്പൂർ പോലുള്ള സ്റ്റേറ്റുകളിൽ അൺറസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ശക്തികളാണെന്നുള്ള കാര്യം ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും റോക്കും ഒക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടികൾ വരുന്നത്. ഇതീ പറഞ്ഞേക്കുന്ന മെയ്റ്റി കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അതിന്റെ ആവശ്യം അനുസരിച്ചാണ്. മെയ്റ്റി കമ്മ്യൂണിറ്റി ലീഡേഴ്സ് മാത്രം പറയുന്നത് കേട്ട് ചെയ്യാനല്ല ഇവിടെ നമ്മുടെ രാജ്യം അതിന്റെ ഭരണാധികാരികൾ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിന്റെ ബാക്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. നമുക്ക് രാജ്യത്തിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് ഈ ഹിന്ദുവിന്റെ പൊളിറ്റിക്സ് ആണ് ഇതിന്റെ അകത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്ന കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല FMR സ്റ്റോപ്പ് ചെയ്തതെന്ന്. അല്ല, ഇത്രയും വളരെ സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ള ഒരു രാജ്യം അപ്പുറത്തുണ്ട്. തൊട്ടിപ്പുറത്ത് ഇന്ത്യയിൽ കുറെ വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്, അവിടെ ഇൻസർജന്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ നമ്മളൊരു ബൗണ്ടറി ഫുള്ള് തുറന്നിട്ടേക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ അത് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് നല്ലതായിരിക്കത്തില്ല. അപ്പൊ അത് ആ എഡിറ്റോറിയൽ അവരുടെ അഭിപ്രായം നിങ്ങൾ എടുക്കണ്ട. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കാണും. അപ്പൊ എന്തായാലും മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, രണ്ടാമത്തത് ടൈസ് അക്രോസ് ദ സീ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. നമ്മൾ 1-2 ആർട്ടിക്കിൾസ് ഹിന്ദുവില് എഡിറ്റോറിയൽ പേജിൽ വന്നപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയും UAE തമ്മിലുള്ള വളരെ മികച്ച ബന്ധത്തിനെ കുറിച്ചാണ്. ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധം ഓരോ ആ രാജ്യത്തിന്റെ ലീഡർ ഇങ്ങോട്ട് വരികയും ഈ രാജ്യത്തിന്റെ ലീഡർ അങ്ങോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇങ്ങനെ പറയാൻ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഇന്ത്യക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ UAE ആണ്. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, ഈ റഷ്യയെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ എല്ലാം ചില പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ആ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത, ഒരു റിട്ടേൺസും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഇന്ത്യയും UAE തമ്മിലാണ്. അപ്പം ആ ഒരു ഇന്ത്യ UAE ബന്ധത്തിനെ കുറിച്ചും അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഫുള്ള് കിടക്കുന്നത്. ഞാൻ മുമ്പ് ഇതിനെ കുറിച്ച് 2-3 ദിവസം മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ അകത്ത് അവർ പറയുന്ന ഒരു കാര്യം CEP ആണ്, കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. നമ്മൾ UAE-യുമായിട്ട് ഉണ്ടാക്കിയ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. അത് 2022 നിലവിൽ വരുന്നത്. വെറും കുറച്ച് ദിവസങ്ങൾ മാത്രം, ഏതാണ്ട് 80ഓളം ദിവസങ്ങൾ മാത്രമുള്ള ഒരു ഡിസ്കഷൻ വഴിയാണ് നമ്മളത് ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. അത്രയും ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഇപ്പൊ BIT ഉണ്ടാക്കി. BIT എന്ന് പറഞ്ഞാൽ ബൈലാട്രൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി. BIT ബൈലാട്രൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി. ഇത് രണ്ടും ഇന്ത്യക്ക് FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പല രാജ്യങ്ങളുമായിട്ടുണ്ട്. ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ പേരാണ്, ഇവരുമായിട്ട് ഉണ്ടാക്കിയ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ പേരാണ് CEPA, കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. അതിന്റെ ഇവിടെ ബൈലാട്രൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റിയും കൂടെ ഉള്ളത് എനിക്ക് തോന്നുന്നു UAE ആയിട്ട് മാത്രമേ ഉള്ളൂ ലോകത്തിലെ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ, രണ്ടും കൂടെ ഒരുമിച്ചുള്ളത്. അങ്ങനെയാണെന്ന് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. സൈൻ ദീസ് എഗ്രിമെന്റ്സ് വിത്ത് ബട്ട് ഓൾസോ ദ ഓൺലി കൺട്രി ദാറ്റ് ഇന്ത്യ ഹാസ് ബോത്ത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റ്. ഇത് ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റ് ആണ്, ഇത് ട്രേഡ് അഗ്രിമെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഇന്ത്യക്ക്
ഒരേ ഒരു രാജ്യമായിട്ട് മാത്രമേ ഉള്ളൂ യു എ ആയിട്ട്. അത്രയും ഭയങ്കര നല്ല റിലേഷൻഷിപ്പാണ് ഇന്ത്യക്ക് യു എയുമായിട്ട് ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് I-2 യൂട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ I-2 യൂട്ടൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. വെസ്റ്റ് ഏഷ്യയിലെ ക്വാഡ് എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റ് ഏഷ്യയിലെ ക്വാഡ് ഇന്ത്യ, ഇസ്രായേൽ, USA, UAE അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രിക്സ് നിങ്ങൾക്ക് അറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. പക്ഷേ ഈ വർഷം തൊട്ട് UAEയും സൗദിയൊക്കെ അതിലുണ്ട്. ഇപ്പം ബ്രിക്സിന്റെ ഒരു ഭാഗമായിട്ട് UAE മാറിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ആ രണ്ട് എഡിറ്റോറിയൽസ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ ഇതൊന്നും നമുക്ക് വേണ്ട. അതിൻ്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഈ IPCC ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. IPCCയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുക. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCC. അപ്പൊ എക്സ്പാൻഷൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണെന്ന്. അപ്പം വേൾഡിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ ഒരെണ്ണമാണ്. ഇതും UN-ന്റെ ബാക്കപ്പ് ഉള്ള ഓർഗനൈസേഷൻ ആണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അവര് UNFCCCയുമായിട്ട് അലൈൻ ചെയ്താണ് അവരുടെ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം അവരുടെ ചില അസസ്മെന്റ് റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെയുള്ള ഒരു ആർട്ടിക്കിൾ ആണിത്. അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുള്ളത് വായിച്ചു നോക്കുക. അതിൽ COP28 സമ്മിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. COP28 സമ്മിറ്റ് ലാസ്റ്റ് നടന്ന എവിടെ? COP28 സമ്മിറ്റ് നടന്നിരിക്കുക. അത് ദുബായിലാണ്, ഡിസംബറിലാണ് നടന്നത്. ഈ ഡിസംബറിൽ ദുബായിൽ വെച്ചാണ് COP28 സമ്മിറ്റ് നടന്നത്. അതിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. COP28 എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസിന്റെ 28th മീറ്റിംഗ്. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസിന്റെ 28th മീറ്റിംഗ്. COP എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് ആണ്. പിന്നെ ഇതിലൊരു GST കുറിച്ച് പറയുന്നുണ്ട്. ഈ GST എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഇന്ത്യയിലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ല, ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. മോർ ദാൻ 160 കൺട്രീസിൽ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ആ GST അല്ലത്. ഇത് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിംഗ്. എന്താണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിംഗ്? നമ്മളെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതിലൊരു GST കുറിച്ച് പറഞ്ഞാൽ ആ GST ഓൾവേസ് വിൽ ബി ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിംഗ്. അപ്പം അതെന്ന് വെച്ചാൽ ഈ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ ടാർഗറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളും ഇന്ത്യക്കുള്ള ടാർഗറ്റ് ആയിരിക്കില്ല അമേരിക്കയുടെ ടാർഗറ്റ് ആയിരിക്കില്ല ചൈനയുടെ ആയിരിക്കില്ല റഷ്യയുടെ. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്, NDC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓരോ രാജ്യങ്ങൾക്ക് NDC അല്ലെങ്കിൽ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഈ സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി പ്രീ ഇൻഡസ്ട്രിയൽ ലെവലുമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പാരീസ് അഗ്രിമെന്റ്. അതിലേക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യവും ശ്രമിച്ചാലേ പറ്റൂ. അപ്പൊ ആ ഓരോ രാജ്യവും ഇതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ കുറെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക. അതാണ് NDC, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. ഈ NDC നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ ഓരോ രാജ്യത്തിന്റെയും പ്രോഗ്രസ്, അതാണ് 5 വർഷം കൂടുമ്പോൾ GST നടത്തും, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിംഗ്. ഇപ്പൊ ലാസ്റ്റ് നടന്ന COP28 ദുബായ് സമ്മിറ്റിലാണ് നടന്നു. ഇനി ഇപ്പൊ 2028 COP33 ആയിരിക്കും. എല്ലാ വർഷവും COP മീറ്റിംഗ് നടക്കുക. അപ്പൊ ഇപ്പൊ COP28 ആയിരുന്നു, ഇനി അടുത്ത COP29, അങ്ങനെ 5 വർഷം കഴിഞ്ഞ് COP33 അല്ലേ, അതിലായിരിക്കും അടുത്ത GST നടക്കുന്നത്, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒന്നും വേണ്ട, അതിനടുത്ത പേജിൽ പോകുമ്പോൾ കൂടുതൽ പൊളിറ്റിക്കൽ ന്യൂസിലാണ്. ഇവിടെ നോക്കട്ടെ, ഏതെങ്കിലും ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതുണ്ടോ? ഇല്ല, ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല, എല്ലാം പൊളിറ്റിക്കലാണ്. അതിനടുത്ത പേജിൽ ഏതാണ്ട് അത് തന്നെയാണ് അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയും BJPയുടെ നാഷണൽ കൗൺസിൽ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ്. നമുക്ക് വേണ്ട, അന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അന്ന് ആവശ്യമില്ല. താഴോട്ട് വരുമ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞേക്കുന്നത് കർണാടകത്തിൽ 20 ലോക്സഭാ സീറ്റ്സ് അവർ വിൻ ചെയ്യുമെന്നാണ്. സാധ്യത തീരെയില്ലെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ബയസ് ഉള്ളത് കൊണ്ടല്ല. നിങ്ങൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നോക്കിയോ, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവിടുത്തെ ഒരു ഡോമിനന്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷെ സ്റ്റിൽ ദേ ആർ നോട്ട് ഗോയിങ് ടു വിൻ 20 ലോക്സഭാ സീറ്റ്സ് ഇൻ കർണാടക. മാക്സിമം ദേ വിൽ വിൻ 10 ലോക്സഭാ സീറ്റ്സ്. അത് നിങ്ങൾ വേണമെങ്കിൽ അത് എഴുതി വെച്ചിട്ട് റിസൾട്ട് വരുമ്പോൾ നോക്കിയോ, അത്ര തന്നെ കിട്ടുന്ന ഡൗട്ടാണ്. മാക്സിമം 10. ഓക്കെ, പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ആർമി അപ്ഗ്രേഡ്സ് ഫയർ പവർ ഇൻ ഈസ്റ്റേൺ അരുണാചൽ നിയർ LAC.
ആർമി അപ്ഗ്രേഡ്സ് ഫയർ പവർ ഇൻ ഈസ്റ്റേൺ അരുണാചൽ നിയർ LAC നമുക്ക് എല്ലാവർക്കും അറിയാം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നു പോകുന്ന ഒരു മേഖല അരുണാചൽ പ്രദേശാണ്. ഈ അരുണാചൽ പ്രദേശിലെ പല മേഖലകളിലും ആർമി ഗ്രാജുവലി അവരുടെ ഫയർ പവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം LACയുടെ പല പോയിന്റ്സിലും ചൈനയുമായിട്ട്, LAC എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യ ചൈന ബോർഡറിലാണ് ഈ LAC വരുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ പല പോയിന്റുകളിലും ചൈനയുമായിട്ട് ഫ്രിക്ഷൻ ആണ് ഇന്ത്യക്ക്. അത് ലഡാക്കിലെ ഗാൽവൻ വാലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് അരുണാചൽ പ്രദേശിലെ പല പല പ്രദേശങ്ങളും ഉത്തരാഖണ്ഡിലും ഒക്കെ ആ പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് ഇന്ത്യ കൂടുതൽ ഇപ്പം തന്നെ 9 പിന്നീട് ഹെലിപാഡുകളാണ് പുതുതായിട്ട് അരുണാചലിൽ മാത്രം നിർമ്മിച്ചതെന്നാണ് പറഞ്ഞത്. നമ്മളുടെ ചിനൂക്ക് ഹെലികോപ്റ്റേഴ്സിനൊക്കെ അവിടെ നിന്ന് പറന്ന് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെ ഒരു ഹെലികോപ്റ്റർ കേട്ടിട്ടുണ്ടോ എന്തോ? അത് എഴുതി വെച്ചേക്ക്, ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന. പക്ഷെ ഇന്ത്യൻ ആർമിയുടെ അല്ല, എനിക്കത് ബോയിങ്ങിന്റെ എന്നങ്ങടെ വാങ്ങിയതാണ് നമ്മളത്. ചിനൂക്ക് ഇന്ത്യൻ ആർമിയുടെ അല്ലെന്നല്ല, ഇന്ത്യയുടെതല്ല, ഇന്ത്യൻ ആർമിയുടെതാണ് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാൽ. ചിനൂക്ക്, ഈ ചിനൂക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ഹെലികോപ്റ്ററാണ്. അത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ഇതേ ബോയിങ്ങിന്റെ തന്നെ വേറെ ഹെലികോപ്റ്റർ ഉണ്ട്, അപ്പാച്ചെ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. ഇതും നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷേ അറ്റാക്കിന് യൂസ് ചെയ്യുന്നതാണ് അപ്പാച്ച്. പക്ഷെ ചിനൂക്ക് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഈ LACയിലൊക്കെ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായാൽ എയർപോർട്ടുകൾ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർപോർട്ടുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിടാൻ പറ്റുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയിടാൻ പറ്റുമോ? കാരണം വെച്ചാൽ പ്രത്യേകിച്ച് അരുണാചൽ ഒരു സ്മോൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ ഹില്ലി ടെറൈൻ ഒക്കെ ഉള്ള സ്റ്റേറ്റ് ആണ്. അപ്പോൾ എയർ സ്ട്രിപ്പുകൾ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളെ കൊണ്ട് ഉയർന്ന് പൊങ്ങി പലയിടങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഹെവി ലിഫ്റ്റിംഗ് ഹെലികോപ്റ്ററുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിനൂക്ക് അത്തരത്തിലുള്ള ഒരു ഹെലികോപ്റ്റർ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് അവിടെ പിന്നീട് ഇറക്കാനും ഒക്കെ വേണ്ടിയിട്ട് 9 ഹെലിപാഡുകൾ, പിന്നെ ഒരുപാട് ആയുധങ്ങളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ BCAS എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി. BCAS എന്താണ്? ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി. ഇന്ത്യയുടെ എയർ ട്രാഫിക് റെഗുലേറ്റർ ആണ് DGCA. എയർ ട്രാഫിക് റെഗുലേറ്റർ DGC ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. പക്ഷേ എയർപോർട്ടുകളുടെ അകത്ത് അല്ലെങ്കിൽ പിന്നീട് മറ്റ് സേഫ്റ്റി കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും മാത്രമായിട്ടുള്ള ഏജൻസിയാണ് BCAS, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ വിസ്താര എന്ന് പറയുന്ന എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. വിസ്താര ടാറ്റയുടെ എയർലൈനാണ്. ടാറ്റയുടെ മാത്രം എയർലൈൻ അല്ല, ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത എയർലൈനാണ് വിസ്താര. പിന്നെ ഇത്രയേ ഉള്ളൂ ആ പേജിൽ. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജ് പോകാം. മണി വൈസ്. നിങ്ങൾക്ക് അറിയാം, മണി വൈസ് എന്ന് പറഞ്ഞ പേജ് ബിസിനസ് പേജിന് പകരം വരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളതല്ല. മൺഡേയിൽ മാത്രമാണ് അങ്ങനെ ഒരു പേജ് വരുന്നത്. ഇനി നമുക്ക് വേൾഡ് പേജിൽ ആവശ്യമുള്ള ന്യൂസുകൾ ചൈനയും തൈവാനും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. എന്തായാലും റഷ്യ വളരെ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈനിൽ. റഷ്യ യുക്രൈനിലെ ഔദ്വിക എന്ന് പറയുന്ന ഒരു സിറ്റിയും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ യുക്രൈനിലെ പട്ടാളക്കാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യ യുക്രൈൻ വാറിൽ റഷ്യക്കാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. പിന്നെ പുടിന്റെ പ്രതിയോഗിയായിരുന്ന അവിടുത്തെ ഒപ്പോസിഷൻ ലീഡർ അലക്സി നവൽനിയെ കില്ലിയതെന്ന് അറിഞ്ഞുകൂടാ. അലക്സി നവൽനി മരിച്ചു. അപ്പം കില്ലിയതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊട്ടസ്റ്റുകളൊക്കെ അവിടെ റഷ്യയിൽ നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ന്യൂസ് കാണാം. ബ്രസീലിന്റെ പ്രസിഡന്റ് ലുല ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്തേക്കുന്നു. ബ്രസീലിന്റെ പ്രസിഡന്റ് പേരാണ് ലുല ഡസിൽവ. എന്തിനായിരിക്കും ഇസ്രായേലിനെ ക്രിട്ടിസൈസ് നമുക്ക് മനസ്സിലാവും. ഗാസയിലെ പ്രശ്നങ്ങളുടെ പേരിലാണ്. പിന്നെ US ഇസ്രായേലിനെതിരെയുള്ള റെസൊല്യൂഷൻ വീറ്റോ ചെയ്യാൻ പോകണമെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. വീറ്റോ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വീറ്റോ പവർ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്. വീറ്റോ പവർ എന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ, അതിൽ 5 പെർമനന്റ് മെമ്പേഴ്സ് ആണുള്ളത്. UN സെക്യൂരിറ്റി കൗൺസിൽ 5 പെർമനന്റ് മെമ്പേഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ആൻഡ് ചൈന. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ആൻഡ് ചൈന. അവർക്ക് മാത്രം ഉള്ള ഒരു പവറാണ് വീറ്റോ പവർ. അപ്പോൾ 4 പേര് ഇസ്രായേലിനെ സെൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു തീരുമാനം എടുത്താലും ഒരാൾ US മാത്രം അതിനെ എതിർത്താൽ മതി. സാധാരണ 4-1 ആകുമ്പോഴത്തേക്ക് മെജോറിറ്റിയുടെ ഡിസിഷൻ അല്ലേ അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വീറ്റോ പവർ ഉണ്ട്. അതുകൊണ്ട് അതിനെയാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. പിന്നെ പാകിസ്ഥാനിൽ ഇതുവരെയും ഗവൺമെന്റ് ഫോം ചെയ്തിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം.
പിന്നെ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളായ സ്പെയിനിലെ ലാ ലിഗ, ഇംഗ്ലണ്ടിലെ പ്രീമിയർ ലീഗ്, അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. സ്പോർട്സ് പേജിൽ വളരെ സന്തോഷം തോന്നുന്ന ന്യൂസുകളാണ് നമുക്ക് ഇന്നുള്ളത്. വളരെ വളരെ സന്തോഷം തോന്നുന്ന ന്യൂസുകൾ. കാര്യം ഇന്ത്യക്ക് ഇന്നലെ നല്ലൊരു സൺഡേ ആയിരുന്നു. എനിക്ക് അതിൽ ക്രിക്കറ്റിൽ ഇന്ത്യ ജയിച്ചതിനേക്കാളും വളരെ സന്തോഷം ഈ ന്യൂസാണ്. ഈ ന്യൂസാണ് ഇന്ത്യ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത ന്യൂസ് എന്ന് പറയുന്നത്. അൻമോൾ റാലീസ് ടു ക്ലിഞ്ച് ഡിസൈഡർ ആസ് ഇന്ത്യൻ വിമൻ വിൻ ത്രില്ലർ സ്ക്രിപ്റ്റ് ഹിസ്റ്ററി എന്നൊരു ന്യൂസ് കാണാം. കാര്യം ഇന്ത്യ കഴിഞ്ഞ ഒരു 1.5 ഡെക്കേഡ്സിനകത്ത് വെച്ച് സ്പോർട്സ് ഫീൽഡിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ആൻസർ നീരജ് ചോപ്ര എന്നായിരിക്കും. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷേ നമ്മൾ നീരജ് ചോപ്രയുടെ ഫീൽഡിൽ നീരജ് ചോപ്ര മാത്രമേ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്നുള്ളൂ. പക്ഷേ വേറെ ആൾക്കാർ വരുന്നുണ്ട്. അവർ ഉടനെ തന്നെ ഇന്റർനാഷണൽ സ്റ്റേജിൽ ഇപ്പോൾ ഈവൻ ഒളിമ്പിക്സിൽ പോലും മെഡൽ നേടുന്ന ലെവലിലേക്ക് വന്നേക്കാം. പ്രശാന്ത് ജന എന്നൊക്കെ ആണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേൾഡ് ബീറ്റിംഗ് പ്ലേയേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബാഡ്മിന്റൺ ആണ്. ഈ ബാഡ്മിന്റൺ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം വേറെ ആരുമല്ല, അത് കോച്ചാണ് ഗോപിചന്ദ്. ഗോപിചന്ദിന്റെ ഹൈദരാബാദിലെ അക്കാഡമിയിൽ നിന്നാണ് ഈ താരങ്ങളെല്ലാം വളർന്നു വരുന്നത്. അപ്പം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒളിമ്പിക്സിന് മെഡലുകൾ നേടുന്നു. നമ്മൾ തോമസ് കപ്പ് വിൻ ചെയ്യുന്നു. തോമസ് കപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരുഷന്മാരുടെ ടീം ചാമ്പ്യൻഷിപ്പാണ്. ടെന്നീസിലെ ഡേവിസ് കപ്പ് പോലെയാണ്. തോമസ് കപ്പ് നമ്മൾ കഴിഞ്ഞ വർഷം വിൻ ചെയ്തു. അങ്ങനെ വലിയ നേട്ടങ്ങൾ. അതിൽ സ്ത്രീകൾക്ക് യൂബർ കപ്പ് എന്ന് പറഞ്ഞൊരു കപ്പുണ്ട്. തോമസ് കപ്പിന്റെ ഈക്വലന്റ് ആണ് സ്ത്രീകൾക്കുള്ളത്. പക്ഷെ അത് നമ്മൾ വിൻ ചെയ്തിട്ടില്ല. തോമസ് കപ്പ് നമ്മൾ വിൻ ചെയ്തു. ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ വിൻ ചെയ്തിട്ടില്ലാത്ത ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ഫോർ വിമൻ, ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ഫോർ വിമൻ നമ്മളത് വിൻ ചെയ്തു. നമ്മളത് തോപ്പിച്ചത് തായ്ലൻഡിനെയാണ്. നമ്മളത് അറിയേണ്ടത്, ഏഷ്യയിൽ നമ്മൾ ചാമ്പ്യന്മാരാൻ്റെ അർത്ഥം നമ്മൾ വേൾഡ് ചാമ്പ്യന്മാരെന്നാണ്. വേറെ ഒന്നും അല്ലാണ്ട് കാരണം ബാഡ്മിന്റണിൽ ഏറ്റവും വലിയ ശക്തികൾ എല്ലാവരും ഏഷ്യക്കാരാണ് പൊതുവേ. ഇപ്പൊ ഡെൻമാർക്കിൽ നിന്നൊക്കെ നല്ല പ്ലേയേഴ്സ് വരുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ബാഡ്മിന്റണിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകൾ ചൈന, അതുപോലെ തായ്വാൻ ചൈനീസ് തായ്പേയ് എന്നാണ് പറയുന്നത്, അതുപോലെ മലേഷ്യ, ഇന്തോനേഷ്യ, ഞാനിപ്പോൾ പറഞ്ഞ തായ്ലൻഡ്, ഇന്ത്യ, ഇവരൊക്കെയാണ്. അപ്പൊ അവിടെ ചാമ്പ്യന്മാരായ പറ്റിയ നമ്മൾ വേൾഡിൽ ഏറ്റവും മികച്ച, കറന്റ്ലി നമ്മളാണ് ഏറ്റവും മികച്ചവർ എന്ന് വേണമെങ്കിൽ പറയാം ഈ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളത് വേൾഡ് ഗോൾഡ് നേടി. ബ്രോൺസ് നേടിയപ്പോൾ തന്നെ നമ്മൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തതാണ്. ബ്രോൺസ് പോലും ഇതൊരിക്കലും നേടിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ ബ്രോൺസ് നമ്മൾ സിൽവറിലേക്ക് പോയി, ഗോൾഡിലേക്ക് പോയി. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. പിന്നെ ക്രിക്കറ്റിൽ നമ്മൾ ഇന്നലെ ജയിച്ചു. അത് നമ്മളുടെ യശസ്വി ജയ്സ്വാൾ തുടർച്ചയായിട്ട് രണ്ടാമത് ഡബിൾ സെഞ്ചുറി നേടി. അയാള് ലോക ക്രിക്കറ്റിലെ പുതിയൊരു സ്റ്റാറിന്റെ വരവ് അറിയിച്ചു. മിക്കവാറും പുതിയൊരു സ്റ്റാർ തന്നെ ആയിരിക്കും. കാര്യം അയാൾ കളിച്ചത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട്, വളരെ അറ്റാക്കിംഗ് സ്റ്റൈലിൽ ഒരു വൺ ഡേ കളിക്കുന്നതാണ് കളിച്ചത്. തുടർച്ചയായിട്ട് 2 ഡബിൾ സെഞ്ചുറി എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഒരു ടെസ്റ്റ് മാച്ചിൽ 6 നേടുന്ന വേൾഡ് റെക്കോർഡിനൊപ്പം എത്തിയ അദ്ദേഹം, വസീം അക്രമിന്റെ റെക്കോർഡിനൊപ്പം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നലെ പ്രോ ഹോക്കി ലീഗിലും ഇന്ത്യ ഇന്നലെ ഒരു ഇന്ത്യൻ വിമൻ ഓസ്ട്രേലിയ തോപ്പിച്ചെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയ വേൾഡ് നമ്പർ 3 ടീമാണ്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് എന്തായാലും ഇന്നലെ ഇന്ത്യക്ക് ഒരു സൂപ്പർ സൺഡേ ആയിരുന്നു സ്പോർട്സിൽ. ഓക്കെ. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ വേൾഡ് ഫേമസ് ക്രിക്കറ്റ് പ്ലെയറായ മൈക്ക് പ്രോക്ടർ 77-ാം വയസ്സിൽ മരിച്ചുപോയി. അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാം. പിന്നെ സുമിത് നഗലിനെ കുറിച്ച് ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെന്നീസ് പ്ലെയർ ആണ് സുമിത് നഗൽ. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇന്ത്യയുടെ ബിഗ് തിങ് ഇന്ത്യൻ ബാഡ്മിന്റൺ ഇവരായിരിക്കും. അൻമോൾ ഖാർബ്, വെറും 17 വയസ്സേ ഉള്ളൂ. ഇവരാണ് ഈ ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടാൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറയേണ്ടി വരും. PV സിന്ധുവിന്റെ ഒക്കെ പിൻഗാമിയായിട്ട് ഈ 17-കാരി വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൻമോൾ ഖാർബ്. ഇനി നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പർ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊന്നത് അത് വായിക്കാം. ഇന്നലത്തെ ന്യൂസ് പേപ്പർ, ഇന്ത്യ വാണ്ട്സ് ഇസ്രായേൽ ടു ബി മൈൻഡ്ഫുൾ ഓഫ് ഗാസ സിവിലിയൻ ഡെത്ത്സ് എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം വെച്ചാൽ മ്യൂണിച്ച് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ്, ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ചാണ് നടക്കുന്നത്. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ്. ഇതിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പങ്കെടുത്തു. അദ്ദേഹത്തിനൊപ്പം അമേരിക്കയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയത്തില്ല, അവിടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നേ പറയുള്ളൂ, ആന്റണി ബ്ലിങ്കൻ പങ്കെടുത്തു. ജർമ്മനിയിൽ വെച്ച് മ്യൂണിച്ചിൽ വെച്ചാൽ നടക്കുന്ന ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ അന്നലീന ബെയർബോക്ക് പങ്കെടുത്തു. അപ്പൊ അതിൽ വെച്ച് ഇസ്രായേൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തു ജയശങ്കർ. സാധാരണ ഇസ്രായേലിനെ അങ്ങനെ നമ്മൾ ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്യാറില്ല. കാര്യം ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്താണ്. അതുകൊണ്ട് ഇതിൽ പോലും വളരെ ഒരു മിഡിൽ പാത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ന്യായീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാനും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാര്യം അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി അവർക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാര്യം അത്രത്തോളം അവരവിടെ എന്താ പറയുന്ന സിവിലിയൻ ഡെത്ത്സിന്റെ കോസ് കാരണമായി ഇസ്രായേൽ ഹമാസ് വാർ.
അപ്പൊ ഇനിയെങ്കിലും ഒരു ട്രൂസ് ഉണ്ടാക്കിയിട്ട് അവരുടെ ക്യാപ്റ്റിവിറ്റിയിലുള്ള ഇസ്രായേലുകാരായ ആൾക്കാരെ മോചിപ്പിക്കുക, പിന്നെ അവിടെ ഹമാസിന്റെ ഭരണം അവസാനിപ്പിച്ച് വേറെ എന്തെങ്കിലും ഭരണ സംവിധാനം കൊണ്ടുവരാൻ നോക്കുക, എന്നിട്ട് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചൊരു ഒരു 2 സ്റ്റേറ്റ് പോളിസി നടപ്പാക്കുക. ഇതൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ഇനി ഈ ആൾക്കാരെ കൊന്നെടുക്കുന്നതിൽ വലിയ കാര്യമില്ല. അപ്പൊ അത് എന്തായാലും ഇന്നലെ ഇന്ത്യ അവിടെ വെച്ച് ക്രിട്ടിസൈസ് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് ആ ന്യൂസ് അവിടെ പറയുന്നത്. പിന്നെ ഒരു തമിഴ്നാട്ടിലെ ഒരു ഫയർ വർക്ക്സ് യൂണിറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 10 പേര് മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, ഫാമേഴ്സിന്റെ അജിറ്റേഷനും എല്ലാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഹിമാചൽ പ്രദേശിന്റെ ബഡ്ജറ്റിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. അതാണ് ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബംഗാളിൽ ഇപ്പൊ കുറെ ഇഷ്യൂസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ സന്ദേശ് ഖാലി എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ഈ സന്ദേശ് ഖാലി എന്ന് പറഞ്ഞ പ്രദേശത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയക്കാർ തന്നെ അവിടുത്തെ സ്ത്രീകളെ സീരിയലി റേപ്പ് ചെയ്യുകയും അവിടുത്തെ ആൾക്കാരുടെ സ്വത്തൊക്കെ ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇലക്ഷനിൽ തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ജയിക്കുന്നത്. അവിടെ ആൾക്കാരെ വോട്ട് ചെയ്യാൻ പോലും സംഭവിക്കില്ല. വോട്ട് പോലും പാർട്ടിയുടെ കേഡേഴ്സ് ആണ് മറ്റുള്ളവരെ കൂടെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ആണത്. മിക്കവാറും അത് വലിയൊരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ഏതാണ്ട് 10-30 വർഷം വെസ്റ്റ് ബംഗാൾ ഭരിച്ചപ്പം അവസാനം അവരുടെ ഭരണം അവസാനിക്കുന്നത് നന്ദിഗ്രാം എന്ന് പറയുന്ന ഇൻസിഡന്റോട് കൂടിയാണ്. നന്ദിഗ്രാമില് അവിടുത്തെ പ്രൊട്ടസ്റ്റിംഗ് ഫാമേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് അന്നത്തെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബസു ആണ് ലോങ്കസ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ. റെക്കോർഡൊക്കെ പിന്നെ ബ്രേക്ക് ചെയ്തു പവൻകുമാർ ചാംബലിംഗ് എന്ന് പറയുന്ന സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹമാണ് ഇപ്പം ഇന്ത്യയുടെ ലോങ്കസ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ. ആ റെക്കോർഡ് ഇപ്പോൾ വീണ്ടും ബ്രേക്ക് ആവും. ഒഡീഷയുടെ നവീൻ പട്നായക് അത് ബ്രേക്ക് ചെയ്യും. ഇപ്പൊ നിലവിൽ പവൻകുമാർ ചാംബലിംഗ് ആണ്. പവൻകുമാർ ചാംബലിംഗ് ഇത് സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ലോങ്കസ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ. 25 വർഷം ഒരു സ്ഥലത്ത് ചീഫ് മിനിസ്റ്റർ ആണ്. അത് കഴിഞ്ഞ ജ്യോതി ബസു ഏതാണ്ട് 24 വർഷത്തോളം വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ. പക്ഷേ ഈ റെക്കോർഡ് ഇവരെയൊക്കെ തകർക്കും ഇപ്പം നവീൻ പട്നായിക്, ഒഡീഷയുടെ നവീൻ പട്നായിക്. അതിനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പൊ 25 ഇയേഴ്സ് ഇപ്പൊ അദ്ദേഹം കംപ്ലീറ്റ് ആവും. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ജ്യോതി ബസു അനാരോഗ്യം മൂലം പിന്മാറിയപ്പോ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ചീഫ് മിനിസ്റ്റർ ആവുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചില പ്രശ്നങ്ങളിൽ പോലീസ് ഫയറിംഗ് ഉണ്ടാവുകയും അങ്ങനെ നന്ദിഗ്രാമിൽ കുറെ കർഷകർ മരിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു ഇൻസിഡന്റ് ആണ് CPMന്റെ ഭരണം അവിടെ അവസാനിപ്പിക്കുന്നത്. CPMന് അവിടെ അഡ്രസ് ഇല്ലാതെ പോകുന്നത് ആ ഒരു സ്റ്റേറ്റില്. ഇതേപോലെ രീതിയിലാണ് ഇപ്പം തൃണമൂൽ കോൺഗ്രസ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അവിടുത്തെ ലോക്കൽ ഗുൺസ് കംപ്ലീറ്റ് തൃണമൂലിന്റെ ലീഡേഴ്സ് ആണ്. അവന്മാര് ഇപ്പൊ അവിടെ കാണിക്കാത്ത തെറ്റുകളില്ല, കറപ്ഷനും എല്ലാം, ലൂട്ടിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സന്ദേശ് ഖാലി തൃണമൂലിന്റെ ഒരു നന്ദിഗ്രാം ആവുന്നുള്ള കാര്യമാണ് എനിക്ക് കണ്ടറിയേണ്ടത്. അത്രത്തോളം വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ വേറൊന്നുമില്ല അവിടെ. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ ISRO successfully launches INSAT 3D's weather satellite. INSAT 3DS weather satellite എന്നൊരു ന്യൂസ് കാണാം. ഞാൻ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ISRO GSLV F-14 എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് INSAT 3DS എന്ന് പറഞ്ഞ ഇന്ത്യയുടെ വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞു. ഇന്ത്യ അതിൽ വിജയിച്ചതിൽ ഭയങ്കര എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ISROയെ സംബന്ധിച്ച് വേറെ സിമ്പിൾ ജോബാണ്. ഈ ജോബൊക്കെ അവർ ഔട്ട്സോഴ്സ് ചെയ്യണം. ഇപ്പൊ നാസ ചെയ്യുന്നത് പോലെ. നാസ ഇപ്പൊ ഇതുപോലുള്ള ലോഞ്ചിങ് പരിപാടി അവർ ചെയ്യത്തില്ല. അതെല്ലാം അവർക്ക് ഇപ്പം സ്പേസ് എക്സോ അതുപോലുള്ള കമ്പനീസ് ഉണ്ട്. അതിന് ആ ഒരു വഴിയിലാണ് ഇന്ത്യയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപീകരിച്ചിട്ട് സ്പേസ് മേഖലയിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നത്. ഇനി മിക്കവാറും പ്രൈവറ്റ് കമ്പനികളായിരിക്കും ഇന്ത്യയിൽ ഈ ഇതുപോലുള്ള സാറ്റലൈറ്റ് ലോഞ്ച്. കാര്യം ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എക്സൈറ്റ് ISRO എനിമോർ ബിക്കോസ് ഇറ്റ് ഈസ് എ റൂട്ടീൻ എക്സസൈസ് ഫോർ ദം. അവരതിൽ ഒരുപാട് തവണ വിൻ ചെയ്തതാണ്. അതിലൊരു കാര്യമില്ല. ഇനിയിപ്പോൾ അവർക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റും പിന്നീട് മാർസിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ സണ്ണിനെ എക്സ്പ്ലോർ ചെയ്യുന്നതും അതൊക്കെ അവർ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പം അതാണ് അവിടുത്തെ ഒരു ന്യൂസ്. പിന്നെ വയനാട്ടിലെ പ്രശ്നങ്ങൾ അവിടെ കാണാം. പിന്നെ വേറെ ന്യൂസ് ഒന്നും ആ പേജിലില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിനെ കുറിച്ച് പറഞ്ഞു. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ്
ഇതേപോലെ ഇന്ത്യയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, വളരെ സക്സസ്ഫുള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവത്തിന്റെ പേര് പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആഴ്ചയാണ് നടക്കാൻ പോണ റെയ്സിന ഡയലോഗ് എന്നാണ്. റെയ്സിന ഡയലോഗ്. റെയ്സിന എന്ന് പറഞ്ഞാൽ റെയ്സിന ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ ഡൽഹിയിലുണ്ട്. അവിടെയാണ് രാഷ്ട്രപതി ഭവൻ നിൽക്കുന്നത്. അവിടെ വെച്ചായിരിക്കും ഈ മീറ്റിംഗ്. അതുകൊണ്ടായിരിക്കും ഇതിന് റെയ്സിന ഡയലോഗ് എന്ന് പേര് വന്നത്. റെയ്സിന ഡയലോഗ് ഇതെന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഇന്ത്യയുടെ മിനിസ്ട്രി, മറ്റേ മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് നടത്തുന്ന എനിക്ക് തോന്നുന്നു ജർമ്മനിയുടെ പിന്നീട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയാണ്. അതുപോലെ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ORF എന്ന് പറഞ്ഞൊരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ORF എന്ന് പറഞ്ഞാൽ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. ORF എന്താണ്? ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്നത്. അപ്പൊ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ORF ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ് റെയ്സിന ഡയലോഗ്. ഇതിൽ ലോകത്തിലെ പല വിദേശ രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട ഫോറിൻ ഡിഗ്നിറ്ററീസ്, അതായത് ഫോറിൻ മിനിസ്റ്റേഴ്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് മിക്കവാറും വരുന്ന, പിന്നെ ഒരു ചീഫ് ഗസ്റ്റും വരാറുണ്ട്. ഇപ്പോഴത്തെ ചീഫ് ഗസ്റ്റ് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്ററായ കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ആണ്. ഇപ്പോഴത്തെ ചീഫ് ഗസ്റ്റ് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്ററായ കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ആണ്. അദ്ദേഹം പങ്കെടുക്കാൻ വരുന്നു. പിന്നെ അമേരിക്കയിൽ നിന്ന് കുറെ ഡിഗ്നിറ്ററീസ് വരുന്നുണ്ട്, പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നം അതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെയും കൂടുതൽ വളരെ ഇമ്പോർട്ടന്റ് വ്യക്തികൾ വരേണ്ടായിരുന്നു. പക്ഷേ G20 ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ഇപ്രാവശ്യം G20 ഹോസ്റ്റ് ചെയ്യുന്നത്, G20 കഴിഞ്ഞ ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത്, ഇപ്രാവശ്യം ഹോസ്റ്റ് ചെയ്യുന്നത് ബ്രസീലാണ്. അപ്പൊ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് G20 ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് അതേ സമയത്ത് നടക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ഈ കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് എന്ന് പറയുന്ന ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ ഇത് വരുമ്പോൾ അതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ കഴിഞ്ഞ G20 നമ്മൾ തീരുമാനിച്ചത് സൂയസ് കനാലൊക്കെ ബൈപ്പാസ് ചെയ്ത്, സൂയസ് കനാലിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല, ഇസ്രായേലിലെ ഹൈഫ പോർട്ട് വഴി നേരെ യൂറോപ്പിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. അത് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ യൂറോപ്പിലേക്കുള്ള കവാടം ഗ്രീസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഗ്രീസ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ്. അതുകൊണ്ടാണ് ഗ്രീസിലെ പ്രൈം മിനിസ്റ്റർ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതറിഞ്ഞിരിക്കുക. പിന്നെ അവിടെയുള്ള ന്യൂസുകളില് ഇവിടെ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാല് വിത്ത് നോ കൺസെൻസസ് ഓൺ ഡാറ്റ ഡിപ്പെൻഡ് ഓൺ ഗവൺമെന്റ് സ്ക്രാംബ്ലിംഗ് ടു അസസ് പോപ്പുലേഷൻ വൾണറബിൾ ട്രൈബ്സ്. അതായത് PVTG പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന് വേണ്ടി ഗവൺമെന്റ് ഒരു സ്കീം നടപ്പാക്കുന്നുണ്ട്. PM ജൻമൻ അറിഞ്ഞിരിക്കുക. PM ജൻമൻ, പ്രധാനമന്ത്രി ജനജാതീയ എന്ന് പറഞ്ഞ ആദിവാസികളാണ്, ജനജാതീയ സംതിങ് എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അത് വായിച്ചോളണം. ഈ PM ജന്മൻ സ്കീം നടപ്പാക്കാൻ അതിനുവേണ്ടി 24,000 കോടി 24,000 crore മാറ്റി വെച്ചേക്കുന്നത്. പക്ഷേ നേരിടുന്ന ഒരു പ്രോബ്ലം, 2021 ഒരു സെൻസസ് നടക്കേണ്ടതായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ സെൻസസിന്റെ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് എക്സാക്ട്ലി PVTG പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ള പോപ്പുലേഷൻ ഡേറ്റ ഗവൺമെന്റിൽ ഇല്ലെന്നാ പറയുന്നത്. അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഞാൻ അത് പറഞ്ഞതാണ് നിങ്ങൾക്ക്. എപ്പോഴും ഈ പേജ് 10th പേജ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ആ പേജിന്റെ ഇത് മാറും. രണ്ടാമത്തെ നാഷണൽ ന്യൂസ് പേജ് പൊളിറ്റിക്കൽ ആയിരിക്കും ഇനി ലോക്സഭ ഇലക്ഷൻ കഴിയുന്നവര്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ IAF ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു എക്സർസൈസ് നടന്നതിനെ കുറിച്ചാണ്. അത് നടന്നത് പൊക്രാനിലാണ്, രാജസ്ഥാനിലെ പൊക്രാനിലാണ് നടന്നത്. അതിന്റെ പേര് വായു ശക്തി എന്നാണ്. വായു ശക്തി എക്സർസൈസ് അറിഞ്ഞിരിക്കുക. വായു ശക്തി എക്സർസൈസ് എന്താണ്? ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സർസൈസ് അറ്റ് പൊക്രാൻ ഇൻ രാജസ്ഥാൻ. അതാണ് അതിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ റാഫേൽ ജെറ്റുകൾ, അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ ചിനൂക്ക് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റർ ആണ് അറ്റാക്കിന് ഉപയോഗിക്കുന്നത്. ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ, റാഫേൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇതെല്ലാം അതിൽ പങ്കെടുത്തു. ഭയങ്കര ഒരു എക്സർസൈസ് ആയിരുന്നാ പറയുന്നത്. ഇതില് ചീഫ് ഗസ്റ്റ് ഇന്ത്യയുടെ CDS ആയിരുന്നു. CDS എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ ആണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, അദ്ദേഹം ആയിരുന്നില്ല ചീഫ് ഗസ്റ്റ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS.
പിന്നെ വളരെ ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡന്റ്, ദങ്കൽ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ തിയേറ്ററിൽ പോയ ആ സിനിമ കണ്ട്, നിങ്ങൾ മിക്കുള്ളവരും അത് തിയേറ്ററിൽ പോയി കണ്ടായിരിക്കും. ആ സിനിമയിൽ അമീർ ഖാന്റെ മകളായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി സുഹാനി ഭട്നാഗർ ആയിരുന്നു. അവർ മരിച്ചുപോയി. വെറും 19 വയസ്സ്, 19 years ഓഫ് ഏജിൽ മരിച്ചുപോയി. അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. പിന്നെ നമ്മളെല്ലാവരും പഠിക്കേണ്ട വലിയൊരു ന്യൂസ്, ജ്ഞാനപീഠം അവാർഡ് ഇപ്രാവശ്യം 2 പേർക്കാണ്. ജ്ഞാനപീഠ അവാർഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലിറ്ററേച്ചർ അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലിറ്ററേച്ചർ അവാർഡായ ജ്ഞാനപീഠ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയ ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗുൽസാർ. നമ്മളെല്ലാം ഗുൽസാറിനെ കൂടുതൽ കേട്ടിട്ടുള്ളത് പോയറ്റ് എന്നുള്ളതിനപ്പുറം സിനിമ പാട്ടെഴുത്തുകാരനാണ്. ജയ്ഹോ എന്നുള്ള പാട്ട് അദ്ദേഹമാണ് എഴുതിയത്, അതിന് ഓസ്കാർ കിട്ടിയായിരുന്നു. ജയ്ഹോ സിനിമ അറിയാമല്ലോ, അതിലെ പാട്ട്. അപ്പം ആ ഗുൽസാറിന് ഒപ്പം രാമഭദ്രാചാര്യ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് സ്കോളറിനാണ്. ഈ രാമഭദ്രാചാര്യയുടെ പ്രത്യേകത കണ്ട, അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞായിരിക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അന്ധനാണ്, ബ്ലൈൻഡ് ആണ്. പക്ഷെ ബ്ലൈൻഡ് ആണെങ്കിലും അദ്ദേഹം 100-ലധികം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള വലിയൊരു സ്കോളറാണ്, സാൻസ്ക്രിറ്റ് സ്കോളറാണ് രാമഭദ്രാചാര്യ. ഇവർക്ക് 2 പേർക്കാണ് ഭാരതരത്ന. പിന്നെ സച്ചിൻ ഒരു വില്ലോ ബാറ്റ് കമ്പനി വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോ കാണാം. വില്ലോ എന്നാണ് മരത്തിൽ നിന്നാണ് ബാറ്റ് ഉണ്ടാക്കുന്നത്, കാശ്മീരിലാണ് അത് കൂടുതലുള്ളത്. അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ കാണാം. ഇതൊക്കെയാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സയൻസ് പേജ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോഴത്തേക്ക് FAQ പേജിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി, വൈ ഡിഡ് ദ സുപ്രീം കോർട്ട് ഇൻവാലിഡേറ്റ് ഇലക്ട്രൽ ബോണ്ട്സ് എന്ന ന്യൂസ് കാണാം. അത് ഞാൻ പറയുന്നതിൽ ഇലക്ട്രൽ ബോണ്ട്സ് എന്തുകൊണ്ട് ഇൻവാലിഡേറ്റ് എന്ന് നമ്മൾ എഡിറ്റോറിയൽ സഹിതം ഡിസ്കസ് ചെയ്തതാണ്, അത് വേണ്ട. പിന്നെ റഷ്യയുടെ ആന്റി സാറ്റലൈറ്റ് വെപ്പണെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആവാൻ പോകുന്ന ആള്, പുള്ളി തന്നെ ആയിരിക്കും, ഓൾമോസ്റ്റ് ഷുവർ ആണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, പ്രബോവോ സുബിയാന്തോ എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച്, പുള്ളിയുടെ ജീവിതത്തിനെ കുറിച്ച്, പുള്ളി എങ്ങനെയായിരുന്നു പൊളിറ്റിക്കൽ കരിയറിന്റെ ബിഗിനിങ്ങിൽ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിള്. ഇപ്പോഴത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ആണ്, ജോക്കോ വിഡോഡോ. പിന്നെന്താണ്, പിന്നെ സ്റ്റാർലിങ്കിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് കൊടുക്കുന്ന എലോൺ മസ്കിന്റെ കമ്പനിയാണ്. എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് കൊടുക്കുന്ന കമ്പനിയാണ് സ്റ്റാർലിങ്ക്. അത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരികയാണ്. അതുപോലെ നമ്മൾ എയർടെൽ കമ്പനിയുടെ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, അതിന്റെ പേര് വൺ വെബ് എന്നാണ്. അത് എയർടെൽ മാത്രമല്ല, അതൊരു ബ്രിട്ടീഷ് കമ്പനിയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജിൽ അങ്ങനെ നമുക്ക് പറയാനും വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. കോട്ടൺ പ്രൈസ് കുറയുന്നതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ആവശ്യമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ ഹൂതീസ് സ്ഥിരം നടക്കുന്ന കണക്ക് റെഡ് സീൽ അറ്റാക്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചുണ്ട്. മെയിൻലി ഫിലിപ്പൈൻസും ചൈനയും തമ്മിലുള്ള പ്രശ്നം സൗത്ത് ചൈന സീല് സ്കാർബോറോ ഷോളിനെ കുറിച്ചാണ്. സൗത്ത് ചൈന സീലാണ് അവർ തങ്ങളുടെ വിഷയം. സൗത്ത് ചൈന സീലെ പല മേഖലകളും അവർക്ക് ഉള്ളതാണെന്ന് പറഞ്ഞാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ അലക്സി നാവൽനി, റഷ്യയുടെ ഓപ്പോസിഷൻ ലീഡർ, മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. പിന്നെ യുക്രൈനില് റഷ്യ നടത്തുന്ന അഡ്വാൻസ്മെന്റ്സ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി, പാകിസ്ഥാനിലെ ഇലക്ഷൻ കംപ്ലീറ്റ്ലി ഇമ്രാൻഖാന്റെ പാർട്ടി തോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് വരെ, നമ്മൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് മോഡി ജയിപ്പിക്കാൻ ഇറങ്ങുന്ന ആലോചിച്ച് നോക്കി. അതുപോലെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് വരെ ചേർന്ന് ആണ് അവിടെ ഇലക്ഷനിൽ കൃത്രിമം കാണിച്ച് 50,000 വോട്ടിനൊക്കെ തോറ്റ ആൾക്കാരെ ജയിപ്പിച്ചെന്നാണ് അവിടുത്തെ ഇലക്ഷന്റെ വലിയൊരു ഉദ്യോഗസ്ഥന്റെ, ഒരു ബ്യൂറോക്രാറ്റ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അങ്ങനെ അതിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു ഗവൺമെന്റ് അതിന്റെ പേരിൽ. അപ്പൊ അതാണ് പാകിസ്ഥാനിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിനടുത്ത പേജ്, അതിനടുത്ത പേജ് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിലെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെയാണ്. അതിലൊന്നും പറയാനൊന്നുമില്ല. സ്പോർട്സിൽ ഇന്നത്തെ പേജിൽ പത്രത്തിലൊന്നും പറയാനില്ല. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. എല്ലാവരും ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ ഇടാറുണ്ട്. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.